ഇപ്പോൾ നമ്മൾ ആലപ്പുഴ ഹരിപ്പാടേക്കാണ് പോകുന്നത്. അവിടെ തെരുവുനായയുടെ ആക്രമണത്തിൽ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ഗുരുതര പരിക്കേറ്റു. കരിവാറ്റ തൈത്തടത്തിൽ സുനീഷ് മാളു ദമ്പതികളുടെ ഏകമകൾ കൽഹയുടെ കണ്ണിലും കവിളിലുമാണ് തെരുവുനായ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റത്. വീട്ടുകാർ ഇരുന്നെങ്കിൽ കൽഹയുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. ആറാട്ടുപുഴയിലും സമാന സംഭവം നേരത്തെ ഉണ്ടായി. 2 കുട്ടികൾക്ക് അവിടെ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. തെരുവ് നായ്ക്കൾ മനുഷ്യരെ ക്രൂരമായി ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന വാർത്തകൾ ദിവസവും കേൾക്കുമ്പോഴാണ് ആലപ്പുഴ ഹരിപ്പാട് കരുവാറ്റയിൽ 1-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിട്ടുള്ള കൽഹ മോളെ ഒരു തെരുവ് നായ ക്രൂരമായി ആക്രമിച്ചത്. കഴിഞ്ഞ ഞായർ വൈകുന്നേരം 6 മണിയോടെ ഭക്ഷണം കഴിച്ചതിന് ശേഷം വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴായിരുന്നു കൽഹയുടെ മുന്നിലേക്ക് തെരുവ് നായ ചാടി വീണത്. മുഖത്തേക്ക് ചാടി വീണ നായ വലതു കണ്ണിലും കവിളിലും കടിച്ചു. ശരീരമാസകലം പരിക്കേൽപ്പിച്ചു. വീട്ടിൽ ആ സമയം കൽഹയുടെ മുത്തശ്ശി രമയും മുത്തശ്ശൻ ഓമനക്കുട്ടനും ഉണ്ടായിരുന്നു. കൽഹയുടെ നിലവിളി കേട്ട് ഇവർ ഓടിയെത്തുമ്പോൾ കാണുന്നത് കുട്ടിയുടെ ദേഹത്ത് കയറി നിന്ന് നായ കടിക്കുന്നതാണ്. കുഞ്ഞിൻ്റെ ഒരു കരച്ചിൽ കേട്ടുമ്പോൾ ഞങ്ങൾ ചാടിയിറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേന് പട്ടി മേലെ കുഞ്ഞ് അടിയിലുമായിട്ട് കുഞ്ഞിനെ ഉരുട്ടിയിട്ട് കുഞ്ഞിനെ കടിക്കുന്ന ഭാഗമായിട്ട് ഞങ്ങൾ കാണുന്നത്. അപ്പോഴത്തേന് രക്തം കണ്ണിക്കൂടെ പിന്നെ മൂക്കിക്കൂടെയും വായിക്കൂടെയും വന്ന് ഞങ്ങൾക്ക് എന്തോ ചെയ്യേണ്ടതെന്ന് പോലും അറിയാൻ വയ്യാത്ത അവസ്ഥയിലായി. ഞങ്ങൾ അന്നേരം തന്നെ കുഞ്ഞിനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകായിരുന്നു, ഹരിപ്പാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകായിരുന്നു. നിലവിളി കേട്ട് അയൽക്കാരും ഓടിയെത്തി. കുഞ്ഞ് മറിഞ്ഞ് വീണ് കുഞ്ഞിൻ്റെ മുകളിലാണ് നായ. ആ സമയത്ത് കണ്ണിൻ്റെ ഈ ഭാഗത്ത് നന്നായിട്ട് കടിയേറ്റു. തോൾ ഭാഗത്ത് അതുപോലെ തന്നെ മുതുകത്ത് കടിയേറ്റ് നല്ലതുപോലെ മാരകമായിട്ട് ഈ ഭാഗം ആഴത്തി മുറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഉടൻ തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോയി. കൽഹയെ ആദ്യം ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജിലും എത്തിച്ചു. വാക്സിൻ അടക്കമുള്ള പ്രഥമ ശുശ്രൂഷ നൽകി. നിലവിൽ മുറിക്ക് പുറത്തിറങ്ങാൻ പോലും കൽഹയ്ക്ക് ഭയമാണ്. നായയുടെ ആക്രമണത്തിലുണ്ടായ വേദനയും ഭീതിയും ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. ഈ ഏരിയകൾ നായ വല്ലാതെ ശല്യം വർദ്ധിക്കുന്നുണ്ട്. വീടുകളുടെ പരിസരങ്ങളിലും കുട്ടികളൊക്കെ ധാരാളം പാർക്കുന്ന ഒരു ഏരിയയാണ് ഇവിടം. പിന്നെ സാധാരണക്കാരായ ആൾക്കാരാണ് ഈ പരിസര പ്രദേശങ്ങൾ പാർക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരുപക്ഷെ കെട്ടുറപ്പുള്ള മതിലും സംവിധാനങ്ങളും ഒന്നും ഒരുക്കാൻ ഒരുപക്ഷെ സാഹചര്യം ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ അധികൃതർ കണ്ണു തുറന്ന് ഈ കാര്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണണമെന്ന്. ആറാട്ടുപുഴയിൽ 2 കുട്ടികൾക്ക് തെരുവ് നായയുടെ കടിയേറ്റു. വലിയഴിക്കൽ വിളുമ്പത്ത് ബിനുവിന്റെ മകൾ 7 വയസ്സുകാരി അഷ്മി, രാമഞ്ചേരി കണ്ണങ്കരത്ത് സുജിത്തിന്റെ മകൻ 4.5 വയസ്സുകാരൻ ദർശിത് എന്നിവർക്കാണ് കടിയേറ്റത്. ശനിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം. കരുവാറ്റയിൽ നിന്ന് അധികം ദൂരമില്ലാത്ത ഹരിപ്പാട് ആറാട്ടുപുഴയിലാണ് ഒരു വയോധികയെ തെരുവുനായ കടിച്ചു കീറി കൊന്നത്. തെരുവ് നായ്ക്കൾ മനുഷ്യരെ ഈ വിധം കൊട്ടേഷൻ സംഘങ്ങളെ പോലെ ആക്രമിക്കുമ്പോഴും തദ്ദേശ സ്ഥാപനങ്ങൾ വേണ്ട നടപടികൾ എടുക്കുന്നില്ല എന്നതാണ് ഉയരുന്ന ആക്ഷേപം. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. അന്ന് ആറാട്ടുപുഴയിൽ ആ വയോധികയെ തെരുവുനായ്ക്കൾ അതിക്രൂരമായി കടിച്ച് മുറിവേൽപ്പിച്ചവർ മരിച്ച സമയത്ത് നമ്മൾ ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ പങ്കിനെപ്പറ്റി അവർക്കിതിൽ ഇടപെടാൻ കഴിയില്ലേ എന്ന ചോദ്യം ഉന്നയിച്ചതാണ്. അവരവരുടെ പരിമിതികളൊക്കെ അന്ന് നമ്മളോട് പറയുകയും ചെയ്തു. പക്ഷേ തുടർച്ചയായി ഇത്തരം ആക്രമണങ്ങൾ ആവർത്തിക്കുകയാണ്. വീണ്ടും 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 ചോദിക്കേണ്ടി വരുന്നു, ആർക്കാണ് ഇതിൽ ഇടപെടാൻ കഴിയുക, ആർക്കാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുക എന്നത്. പക്ഷേ ആ ചോദ്യം മാത്രം അങ്ങനെ അവശേഷിക്കുകയാണ്. അതാണ് ഏറ്റവും ഒടുവിൽ ഈ സംഭവങ്ങളൊക്കെ ആറാട്ടുപുഴയിലും കരുവാറ്റയിലും ഒക്കെയുള്ള സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്.